എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ സ്ഥലത്തിലാണ് വഴുതന, കുക്കുംബർ, മുളക്, തക്കാളി, പപ്പായ, ചീര, ചാമ്പ, മുളകുകൾ. അത് ആദ്യത്തെ മുളകുകളാണ്. ഇഷ്ടംപോലെ മുളക് പറിച്ചതാണ്. മാവ് 3 തൈ, അതിൻ്റെ കൂടെ തെങ്ങിൻ തൈ, വാഴ, മുരിങ്ങ, ഒരു കുമ്പളം വരുന്നത്, വേപ്പ്, കറിവേപ്പ്, കാട് പിടിച്ച പോലെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് വന്നതാണ്. നമ്മളതിനെ ശരിക്കും നോക്കുന്നത് കൊണ്ട്, ശുശ്രൂഷിക്കുന്നത് കൊണ്ട് വെറും ഒരു 3 സെൻറ്റേ ഉള്ളൂ. ആ 3 സെൻറ്റിലുള്ള സംഭവങ്ങളാണ്. അല്ല, 9 സെൻറ്റുണ്ട്. അതിൽ പുതുതായിട്ട് വാങ്ങിച്ചത് ഈ 3 സെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഉള്ള പച്ചക്കറികളും നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും. വിചാരിക്കണം. അമര ഇപ്പോൾ വെച്ചിട്ട് ഇപ്പം അധികം ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇന്ന് വേര് പിടിച്ച് വന്നിട്ടേ ഉള്ളൂ. ഇനിയും നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ, കായൊക്കെ പിടിച്ച് ഇതായി കഴിയുമ്പോൾ ഞാനിതിൻ്റെ വീഡിയോസ് നന്നായിട്ട് ഞാനിടാം. വഴുതനങ്ങ, ഇത് വേറൊരു സൈസ് വഴുതന, വെള്ള, ഉണ്ടായി വരുന്നേ ഉള്ളൂ. മുളകൊക്കെ ധാരാളം ഉണ്ടായി, നന്നായിട്ടുണ്ടായി. ഇഷ്ടം പോലെ പറിച്ചു കഴിഞ്ഞതാണ്. പിന്നെ കുറച്ച് ഒരു പ്ലാവ്, വിയറ്റ്നാം സൂപ്പർ ഇളി പ്ലാവ് കൊണ്ട് വെച്ചതാണ് ഡ്രമ്മിൽ. പിന്നെ കുറച്ച് കോവലിൻ്റെ വള്ളികൾ, വള്ളികൾ മുറിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടായി വരികയാണ്. പന്തലിട്ട് കൊടുത്ത്, പേരയുണ്ട്, പപ്പക്കായ ഉണ്ട്, കൊള്ളിയുണ്ട്. 3 സെൻറ്റേ ഉള്ളൂ കേട്ടോ. ഇത് 3 സെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പറമ്പല്ല, വീട് കൂടാതെ 3 സെൻറ്റ്. മുരിങ്ങ 6 മാസം കൊണ്ട് കായ്ക്കുന്നതാണ്. കായ്ച്ചിട്ടില്ല, അങ്ങനത്തെ മുരിങ്ങയാണ്. വഴുതന, ഇഞ്ചി, ഗ്രോ ബാഗിലുള്ളതൊക്കെ പറിക്കാനാണ്. ഇനി ഇഞ്ചി നടാറായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒക്കെ പറയണം. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് സ്ഥലത്തുള്ള വീഡിയോ.
ഇതൊരു പപ്പക്കായ പപ്പ മരം കുറച്ച് കൂറൊക്കെ പറിച്ചിട്ട് മണ്ണിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് മുളച്ച് വന്നിട്ട് വേണം അടുത്ത പ്രാവശ്യം നടാൻ വേണ്ടിയിട്ട്. നവംബർ മാസമൊക്കെ ആകുമ്പോൾ നടാൻ. ഇതാണ് എൻ്റെ ഇത്. കൃഷിയിടം വേറെ എനിക്ക് 60 സെൻറ്റ് വേറെ ഉണ്ട്. അത് കുറച്ച് ദൂരെയാണ്. അത് നല്ല മാതിരിയുണ്ട്. കയ്പ, പടവലം, പിന്നെ കുമ്പളം, പച്ചക്കറി ഇനങ്ങൾ മാത്രം. അതിനകത്ത് 3 തെങ്ങുണ്ട് കായ്ക്കുന്ന. മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ.